ദുബായിലെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട സാധാരണ പ്രൊസീജിയേഴ്സാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മരണം രണ്ട് തരത്തിലുണ്ടാവാം. ഒന്ന് സ്വാഭാവിക മരണം, ഒന്ന് അസ്വാഭാവിക മരണം. ഏത് തരത്തിലെ മരണം നടന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 999 പോലീസിനെ വിളിക്കുക എന്നുള്ളതാണ്. മരണം ഹോസ്പിറ്റലിൽ നടക്കാം, വീട്ടിൽ നടക്കാം, ജോലി സ്ഥലങ്ങളിൽ നടക്കാം. അപ്പോൾ അത് അസ്വാഭാവികമാണെങ്കിൽ പോലീസ് വരും, ഒരു കേസ് എടുക്കും, അവർ ബോഡി പോലീസ് മോർച്ചറിയിലേക്ക് മാറ്റും. സ്വാഭാവിക മരണം ഹോസ്പിറ്റലിലുള്ള മരണമാണെങ്കിൽ അത് ഹോസ്പിറ്റലിൽ അവരെ മോർച്ചറിലേക്ക് ആ ബോഡി മാറ്റിയിട്ട് ഹോസ്പിറ്റൽ തന്നെ അത് പോലീസിനെ ഇൻഫോം ചെയ്യാം. അതിനുശേഷം നമുക്കുള്ള പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഡിക്ലറേഷൻ ഇഷ്യൂഡ് ബൈ ദ ഹോസ്പിറ്റൽ ഓർ മോർച്ചറി ആഫ്റ്റർ ഇനീഷ്യൽ എക്സാമിനേഷൻ. അതിൻ്റെ പോലീസ് സ്റ്റാമ്പ് ടേക്ക് ദ ഡിക്ലറേഷൻ ടു ദ കൺസേൺ പോലീസ് സ്റ്റേഷൻ. പോലീസ് വിൽ വെരിഫൈ ദ കേസ് ആൻഡ് സ്റ്റാമ്പ് ദ ഡിക്ലറേഷൻ. അതിനുശേഷം നമുക്ക് വേണ്ടത് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ്. ബേസ്ഡ് ഓൺ ദ പോലീസ് ക്ലിയറൻസ് ദേ വിൽ ഇഷ്യൂ എൻ NOC ഫോർ ബറിയൽ, റീപാട്രിയേഷൻ ഓർ എംബാമിങ് ഇഫ് നീഡഡ്. NOC ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് ചില സമയത്ത് അതിന് കാലതാമസം വരും. ചിലപ്പോൾ വീക്കെൻഡ് ആവാം, ചിലപ്പോൾ 2-3 ദിവസങ്ങൾ എടുക്കും. ആ ഒരു സമയം ഉപയോഗിച്ചിട്ടാവാം മറ്റുള്ള ഏജൻറ്റുമാരും മറ്റും പല കാര്യങ്ങളും യൂസ് ചെയ്യുന്നത്. നമുക്ക് വ്യക്തമായിട്ട് അറിയാം, ഒരു മരണം നടന്നു കഴിഞ്ഞാൽ അയാളെ ബോഡി നാട്ടിലെത്തിക്കുക എന്നുള്ളത് അയാളെ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്, അയാളെ ഇൻഷുറൻസിൻ്റെ ഉത്തരവാദിത്തമാണ്. നേരെ മറിച്ച് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാനില്ലാത്ത ആളുകൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഇന്ത്യൻ കൗൺസിലേറ്റ് വേണ്ട സഹായം ചെയ്തു കൊടുക്കും. നേരെ മറിച്ച് ആ സഹായവും കാര്യങ്ങളൊന്നും ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള ആളുകളിലേക്ക് അത് എത്തുന്നില്ല. ഒഫീഷ്യലായിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുക, ആ ഡെത്ത് സർട്ടിഫിക്കറ്റ് റീപാട്രിയേഷൻ, ബറിയൽ, ഇൻഷുറൻസ്, ബാങ്ക് ആൻഡ് ലീഗൽ ഫോർമാലിറ്റീസ്, ഇതിനെല്ലാം ഈ ഒരു ഒഫീഷ്യൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം. അത് ഇഷ്യൂയിങ് ദുബൈയിലാണെന്നുണ്ടെങ്കിൽ ദുബൈ ഹെൽത്ത് അതോറിറ്റി, അതുപോലെ MOH, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ. പിന്നെ എൻഷുർ ദാറ്റ് ദ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ഇൻ ബോത്ത് അറബിക് ആൻഡ് ഇംഗ്ലീഷ്. ഓക്കെ. പിന്നെ GDRFയുടെ അവിടെ പോയിട്ട് നമ്മൾ ആളെ വിസ ക്യാൻസൽ ചെയ്യണം. അത്രയും പ്രൊസീജിയേഴ്സാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്.